ഒരുപാട് കഴിച്ചില്ലേ, ഇനിയിപ്പോ ഉപ്പും പുളിയൊക്കെ കുറയും. എല്ലാം പാകത്തിന് ചേരും പടി ചേർത്ത് തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാനിനി 3 നേരം ഭക്ഷണം ഓരോരോ വീട്ടിൽ നിന്ന്, എനിക്ക് തോന്നുന്ന വീട്ടിൽ നിന്ന്. എപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം ഒരുക്കി വെച്ചേക്കണം. ചേച്ചിക്കറിയാമല്ലോ, കുട്ടിക്കാലം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാ കൂമ്പുതോരൻ. ഇവിടെയാണെങ്കിൽ വാഴയ്ക്കൊരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് ചേച്ചി വാഴക്കൂമ്പിനോട് പോയി പറയണം, ഏത് നിമിഷവും നീയൊക്കെ കരണം മാമയുടെ വയറ്റിലാകുമെന്ന്. തൂക്കിലേറാൻ കാത്തു നിൽക്കുന്ന പ്രതികളാണ് ഈ വീട്ടിലെ വാഴക്കൂമ്പുകൾ. അത് അവരും അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എന്നാ പിന്നെ ഞാൻ എഴുന്നേക്കട്ടെ. അല്ല, മതിയാക്കിയോ? നീ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നു, ഞാൻ ഇഷ്ടം പോലെ കഴിച്ചു. പിന്നെ മതിയാക്കാതെ ഞാൻ വയറ് പൊട്ടി ഇവിടെ കിടന്ന് ചാകലോടി. ഇതെന്താ മോളെ ഇങ്ങനെ? അമ്മയൊന്നും പറയണ്ട, കരുണമാമയുടെ ഈ മാറ്റത്തിന് കാരണമുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ഒരുത്തം മാറുവോ? എനിക്കിത് സഹിക്കുന്നില്ല കേട്ടോ. ഇനി ഒന്ന് കിടക്കണം. ഈ പെരുമ്പാമ്പ് ഭക്ഷണം കഴിച്ചാലേ പിന്നെ ഒരൊറ്റ കിടത്തവാ. പക്ഷേ അതിന് ഈ വീട് പോരാ. ഞാൻ പാടത്തൊക്കെ ഒന്ന് പോയി വിശ്രമിച്ചിട്ട് മരുമോന്റെ വീട്ടിലേക്കൊന്ന് പോകും. അവൻ വലിയ ഗുണ്ടയൊക്കെയാ. ഗുണ്ടായിസൊക്കെ അവന്റെ കൈയിരിക്കത്തേ ഉള്ളൂ, എന്റെ അടുത്ത് ചെലവാകത്തില്ല. ഒരു പഴം കൂടെ അങ്ങ് തിന്ന. അതൊക്കെ തിന്നെ എന്റെ പൊന്നെ. എന്താ കണ്ടേട്ടാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? നീ എന്റെ മാമനെ കണ്ടായിരുന്നോ? ഇല്ല, വീട്ടിൽ വന്നെന്ന് വിജിത വിളിച്ച് പറഞ്ഞായിരുന്നു. ഇവിടെ വന്ന് സദ്യയും കഴിച്ചിട്ട് പോയത് അരുണിന്റെ അപ്പച്ചയുടെ വീട്ടിലേക്കാ. അവിടുന്ന് പോയത് നിന്റെ ഏട്ടന്റെ അടുത്തേക്ക്. ആ, ഏട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഏട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ദീപ? എന്ത് ചെയ്യൂന്നൊക്കെ ചോദിച്ചാ കൊല്ലണ അയാളെ. അങ്ങനെ ഒരു ദുഷ്ടചിന്ത എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയേട്ടാ ദുഷ്ടചിന്തയാകുന്നത്? നല്ലതിനു വേണ്ടി ദൈവങ്ങൾ പോലും അസുരന്മാരെ കൊന്നിട്ടില്ലേ? ഇന്ന് പിന്നെ നിയമങ്ങളൊക്കെ മാറിയതുകൊണ്ടല്ലേ പലരും രക്ഷപ്പെട്ടു പോകുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ദീപ. കണ്ടിട്ടും വിഷമിക്കണ്ട. നമ്മളൊക്കെ പരിധി വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാ കരുണൻ. അയാൾ നോർമലാണോ അല്ലോ എന്നറിയാൻ ഞാനും പപ്പേട്ടിന് നല്ല ഭേഷായിട്ടൊന്ന് പൂശിയതാ. ഇനിയിപ്പോ അയാളുടെ ശല്യം ഒരു തരത്തിലും തീരുന്നില്ലെന്നുണ്ടെങ്കിൽ അറ്റ കൈ പ്രയോഗം നടത്തി പറ്റു കണ്ണേട്ടാ. ഇവിടെ വന്നിട്ട് നിന്റെ വീട്ടിലേക്ക് ഇനി നേരെ പോകുന്നത് കാർത്തൂനെ കാണാനാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാൻ കണ്ണേട്ടാ അയാൾ എവിടെ ഒരു പോകുന്നു. എന്റെ പേടി അത്രയും അയാൾ അരുണിന്റെ അപ്പച്ചിയെ കാണാൻ പോയെന്നാ. അവരുടെ ഭർത്താവ് ഇപ്പൊ അവിടെ ഇല്ല, കുറെ ദിവസമായി പോയിട്ട്. ഇനിയിപ്പോ ഏത് നിമിഷവും തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറിയാ അദ്ദേഹത്തിന് സംശയം ഉണ്ടാവില്ലേ? മാളൂനെല്ലാം അറിയാലോ കണ്ണേട്ടാ, പിന്നെ അരുൺ സാറിനും അറിയാം. എന്നാൽ അറിയാൻ പാടില്ലാത്ത പലരും ശരത് സാറിനെ പോലെ ആ കുടുംബത്തിലുണ്ട്. പ്രത്യേകിച്ച് അരുണിന്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും. മഞ്ജു ഈ സംഭവം അറിഞ്ഞാൽ എന്തായിരിക്കും ദീപാസ്ഥിതി? കാരണം അമ്മയ്ക്കാണെങ്കിൽ അതിനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി അവിടേക്ക് കയറി ചെല്ലുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചാ അരുൺ സാറിന്റെ അപ്പച്ചയെ മഞ്ജു കൊല്ലാതെ കൊല്ലും. അരുൺ സാറിന്റെ ചേട്ടനും കൂടെ നിൽക്കും. അതൊക്കെ ആലോചിക്കുമ്പോ ഒരു സ്വസ്ഥതയില്ല, ഉള്ളിൽ ആകെ ഒരു പിടച്ചില. ഗത്യന്തരമില്ലാതെ വന്ന തല്ലി കൊല്ലല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല കണ്ണേട്ടാ. ഇപ്പൊ അയാൾക്ക് ഭാര്യയുടെ അച്ഛൻ എന്നൊരു ബന്ധമുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് സ്വന്തം അച്ഛനെ കണ്ടുകൂടാത്ത സ്ഥിതിക്ക് ഇനിയിപ്പൊ ആ ബന്ധത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. എന്നെ ആദ്യമായിട്ട് ജയിലിൽ കിടത്തിയത് അവളുടെ തന്തയും കൂടിയാണ്. ഇനി ഒരിക്കൽ കൂടി അവിടെ കിടത്തുന്നതും അവളുടെ തന്ത തന്നെയായിരിക്കും. അതിനുള്ള സാഹചര്യമാണ് അയാൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിജിതയോട് ഈ സംഭവത്തെ പറ്റി പറഞ്ഞോ? ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് അവളും നേർക്ക് നേരെ നിന്ന അവസരം വരുമ്പോ തിരിഞ്ഞു കുത്തുന്ന അവളെ ഞാനങ്ങ് വേണ്ടെന്ന് വെക്കും. അങ്ങനെ ഒരുത്തി എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് വേണ്ട കണ്ണേട്ടാ. ആ കണ്ണേട്ടാ, അരുണിന്റെ അമ്മയുണ്ടോ മോളെ? ആ അമ്മ കുളിക്കുക. കണ്ണേട്ടനിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തേലും വേണ്ട വേണ്ട, ഞാൻ വന്നതേ ആ ഡോക്ടർ ജീവന്റെ കാര്യം സംസാരിക്കാനാ.
അയാൾക്ക് മോളെ കാണാത്തോണ്ട് വല്ലാത്തൊരു ശ്വാസമുട്ടലാണെന്നും മോളെ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും പരാതി പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്താ വീടിനകത്ത് വഴക്കുണ്ടാവും കണ്ണേട്ടാ. അത് കണ്ണേട്ടന് അറിയില്ലേ? എല്ലാം എനിക്കറിയാം മോളെ. എന്നാലും ഒരാൾ സങ്കടത്തോടെ ഇങ്ങനെയൊക്കെ പറയുമ്പോ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഇതൊഴിച്ച് അരുൺ സാർ എന്ത് വേണമെങ്കിലും സമ്മതിക്കും. ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു നീക്കുപോക്കും ഇല്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി. ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമേ അരുൺ സാർ എന്നോട് ചൂടായിട്ടുള്ളൂ. സാറിന്റെ അമ്മയും അങ്ങനെ തന്നെ. അയാളെ എന്റെ സങ്കടം പറഞ്ഞ് കണ്ണേട്ട് മനസ്സിലാക്കാത്ത എന്താ? ഞാൻ എന്ത് പറഞ്ഞിട്ടും അയാള് പിന്മാറാൻ ഒരുക്കമല്ല. മോളുടെ ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്തതിൽ അയാൾക്ക് വേദനയുണ്ട്. അതെന്താ അങ്ങനെ? ഞാൻ ശരിക്കും അയാളുടെ മോളാണോ? എന്താ ഒന്നും പറയാത്തെ? അത് മോളെ പോലെയാ. ആഹാ, സാറെത്തിയോ? സാറെന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞേ? കേറി വാ. ഞാനൊരു യാത്രയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരു ദൂരയാത്രയുടെ കാര്യം. പോണ്ടേ നമുക്ക്? ഇപ്പോഴോ? ആ, നമ്മൾ ഇപ്പൊ തന്നെ പുറപ്പെടാൻ പോവാ. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നല്ലല്ലോ, നമ്മൾ പുറപ്പെടുമെന്ന് ഞാൻ നേരത്തെ അറിയിച്ചല്ലേ. എങ്കിലും ഇന്ന് പോവെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ 2-3 ദിവസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സമയം കളയുന്നത് ശരിയല്ല. ദേ, ഇപ്പൊ പുറപ്പെട്ട വൈകുന്നേരത്തോടെ ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തും. എവിടേക്കാ നമ്മൾ പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ആരുടെ കൂടെ പോകുന്നു അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്തായാലും പോകാൻ പാടില്ലാത്തടത്തൊന്നും ഞാൻ കൊണ്ടുപോയില്ലല്ലോ. എന്നാലും പോകുന്ന സ്ഥലത്തിന് ഒരു പേരില്ലേ? നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയിൽ പേരിടാം. സാർ എന്തായി പറയുന്നേ? എടോ, ഏത് സ്ഥലത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏതായാലും കേരളത്തിന് പുറത്തേക്കല്ല പോകുന്നത്. നമുക്ക് വേണ്ടൊരു ചേഞ്ചൊക്കെ. ഈ അന്തരീക്ഷം ഇപ്പൊ എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. ഒന്ന് റിലാക്സ് ചെയ്തേ പറ്റൂ. കണ്ണേട്ടൻ വന്നപ്പോ സാറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിലപ്പോ യാത്ര പോകുന്നു. അപ്പോ കണ്ണേട്ടൻ എന്താ പറഞ്ഞത്? കണ്ണേട്ടൻ എന്ത് പറയാന്? എന്റെ ഭാര്യയും കൊണ്ട് ഞാൻ യാത്ര പോകുന്നത് തടയേണ്ട കാര്യം കണ്ണേട്ടനില്ലല്ലോ. എന്തൊക്കെയോ സാറിന്റെ മനസ്സിലുണ്ട്. എന്റെ മനസ്സിലുള്ളത് ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോ തനിക്ക് ബോധ്യാവും. ആ ഡോക്ടർ പിന്നെ വിളിച്ചായിരുന്നോ? അയാള് കാത്തിരിക്കും. ഞാൻ കാർത്തൂനെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നു പറഞ്ഞിട്ടില്ലേ. അവര് യാത്ര പോവാൻ പോവാ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരുണോട് സത്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ കണ്ണേട്ടാ. അരുണും അയാളുടെ അപ്പച്ചിക്കും ഒന്നും മനസ്സിലാവില്ല പവിത്രേ. അവർക്കിനി ഡോക്ടർ ജീവനെ നിരപരാധിയായിട്ട് കാണാൻ കഴിയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേവനന്ദ ഒരു സമയത്ത് ജീവനായി കരുതിയതാ ഈ പറഞ്ഞ ഡോക്ടറെ. അങ്ങനെയുള്ള ആള് നിരപരാധിയാണെന്ന് അറിഞ്ഞാ ആർക്കാ പിന്നെ കുറ്റബോധം തോന്നേ? ഇനി ആ അവസ്ഥയിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിൽ എന്താണോ ഒരിക്കൽ അയാളെക്കുറിച്ച് തോന്നിയത് അത് അതേപടി നിലനിർത്താനാ ദേവനന്ദയും അവരുടെ അച്ഛനും ശ്രമിക്കുന്നത്. പിന്നെ അപ്പച്ചിക്കും മുത്തശ്ശനും വേണ്ടി ചാവാൻ നടക്കുന്ന കൂട്ടത്തിലാ അരുണ്. അതുകൊണ്ട് അയാളും അയാളുടെ നിലപാടിൽ ഒരു മാറ്റവും വരത്തില്ല. ഡോക്ടർ ജീവനെ ഇനി അവരൊക്കെ പറയുന്നത് കേട്ടാ വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കണ്ണേട്ടാ. അയാളെ കണ്ടാലറിയാം അയാൾ നിരപരാധിയാണെന്ന്. അത് തെളിഞ്ഞു കഴിഞ്ഞതല്ലേ. അന്ന് അയാളെ തകർത്ത് വാരിയോളെ ഞാനും പപ്പനും കണ്ടതല്ലേ. അതുകൊണ്ട് ഇനിയും അയാളെ കുറ്റക്കാരനാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ മക്കളില്ലാത്തൊരു അച്ഛന് സ്വന്തം മകളെ കാണാനുള്ള അവകാശമുണ്ട്. അതയാൾ പുറമേ പറയുന്നില്ല, എവിടെയും അത് സ്ഥാപിക്കാനായിട്ട് ചെല്ലുന്നില്ല. അതയാളുടെ മാന്യതയല്ലേ. കാർത്തൂനോട് പോലും ഇതുവരെ ജീവൻ സത്യങ്ങളെ വെളിപ്പെടുത്തിയിട്ടില്ല. അതും അയാളുടെ നന്മയാ. അങ്ങനെയുള്ള ഒരാൾക്ക് അയാളുടെ ഭാഗത്തെ ശരികൾ മനസ്സിലാക്കി നമ്മൾ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കല്ലേ വേണ്ടേ? കാർത്തൂനും കൊണ്ട് പെട്ടെന്ന് അരുൺ പോകാനുള്ള കാരണം എന്താ? ഇതൊക്കെ തന്നെയാവും കാരണം. അയാളുടെ ശല്യം ഒഴിവാക്കുക. അരുണ് മിക്കവാറും ഈ സ്ഥലത്തുനിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാർത്തൂനെയും കൊണ്ട് ദൂരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോകും. എവിടെ പോയാലും അച്ഛൻ മോളെ അന്വേഷിക്കാതിരിക്കോ? അയാൾക്ക് അങ്ങനെ പോകാതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ മോളുടെ പിന്നാലെ പോകും. അത് പക്ഷെ അരുൺ മനസ്സിലാക്കത്തില്ല. കുറച്ചു ദിവസമായിട്ട് അരുണും കാർത്തും അത്ര സുഖത്തിലല്ല മുന്നോട്ട് പോകുന്നത്. ആ ജീവന്റെ കാര്യം പറഞ്ഞ് അരുൺ ഇടയ്ക്കിടയ്ക്ക് കാർത്തുവിനെ കുറ്റപ്പെടുത്താറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ കാർത്തുവിനും കൂടെ പെട്ടെന്ന് പോയത്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നേരത്തെ ഞാനിവിടെ വന്നപ്പോ അരുൺ എന്നോട് എല്ലാം തുറന്ന് സംസാരിച്ചതാ. ഡോക്ടർ ജീവനോട് നിങ്ങളൊക്കെ സഹതാപം കാണിക്കുന്നതില് അരുണിന് നല്ല ദേഷ്യമുണ്ട്.
അയാൾ കാർത്തൂനെ കാണാൻ കഴിയാതെ ഇവിടേക്ക് മനഃപൂർവ്വം കയറി വന്നാ അതൊക്കെ വലിയ തലവേദന ഉണ്ടാക്കും. അത് ഒഴിവാക്കാനാ ഞങ്ങൾ ശ്രമിക്കുന്നേ. അയാളെ ഒരിക്കൽ കൊല്ലാൻ നോക്കിയിട്ട് അരുണിന്റെ അപ്പച്ചി രക്ഷപ്പെട്ടു. അന്ന് അയാൾ മരിച്ചിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഇതിപ്പോ അപ്പച്ചിയുടെ സ്ഥാനത്ത് അനന്തരവനാവൂന്ന് പറയാൻ പറ്റില്ല. അരുൺ ഡോക്ടർ ജീവനെ കൊല്ലാൻ നടക്കുക. അതുകൊണ്ട് അയാൾ ഇങ്ങോട്ട് വരുന്നത് തടഞ്ഞേ പറ്റൂ. അതിന് അയാളുടെ ആവശ്യം അംഗീകരിക്കണം. പുറത്തു വെച്ചെങ്കിലും കാർത്തൂനെ കാണാനുള്ള അവസരം അയാൾക്ക് കൊടുക്കണം. അതാ നല്ലത്. നിങ്ങൾക്കൊക്കെ അവനെ തടഞ്ഞൂടെ? താക്കീത് ചെയ്ത് വിട്ടുകൂടെ? കാർത്തൂനെ ജീവൻ കാണുന്നതിന്റെ പേരിൽ അയാൾക്ക് വെടിയേറ്റു. എന്നിട്ടും പിന്തിരിഞ്ഞു പോകാത്ത ആള് കേവലം ഞങ്ങളുടെ ഭീഷണി കേട്ട് പോവൂ. മകൾ അച്ഛനെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ ജീവൻ അറിഞ്ഞു കഴിഞ്ഞു കാർത്തുവയുടെ മകളാണെന്ന്. അതുകൊണ്ട് ഇനി എവിടെ പോരുന്നാലും അയാൾ മകളുടെ അടുത്തേക്ക് വരും. 10-24 വർഷത്തിന് ശേഷമാണോ അവൻ മോളെ അന്വേഷിച്ചിറങ്ങിയത്? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല അരുണ്ടമ്മേ. ഒന്നെനിക്കറിയാം, അയാളുടെ ഭാഗത്ത് നിങ്ങളൊന്നും അറിയാത്തൊരു ശരിയുണ്ട്. അത് അയാൾ പറഞ്ഞു പഠിപ്പിച്ച ഒരു കെട്ടുകഥയൊന്നുമല്ല. ഞാനും ദീപനും ഒക്കെ ജയിലിൽ കിടന്നതുപോലെ തെറ്റ് ചെയ്യാതെ അയാൾ ശിക്ഷ അനുഭവിക്കുക. അങ്ങനെ ഒരാളെ കൈയൊഴിഞ്ഞ ദൈവം പോലും പൊറുക്കില്ലെന്ന് തോന്നിയപ്പോഴാ ഞങ്ങൾ അയാളോട് സഹതാപം കാണിച്ചത്. അത് വേണ്ട കണ്ണ. അവൻ ആൾക്കാരുടെ മനസ്സിൽ കേറാൻ മിടുക്കനാ. എന്തോ അയാൾ ബോധപൂർവ്വം ആർക്കെങ്കിലും നഷ്ടം വരുത്തി വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെ പോലെയൊക്കെ സ്നേഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആളാ ജീവൻ. അതുകൊണ്ട് തന്നെ അയാൾ ആഗ്രഹിക്കുന്ന അയാളുടെ മകളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി മരിക്കാൻ പോലും അയാൾ തയ്യാറാ. അങ്ങനെ ഒരാളെ തടഞ്ഞു നിർത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. കണ്ണേട്ടനെ പോലെ നല്ലൊരു ഏട്ടനെ കിട്ടി. പിന്നെ തന്നെ സ്നേഹിക്കാൻ പവിത്രത്തി വന്നു. അതിനുശേഷമാ ഞാൻ എന്റെ കാർത്തൂനെ കണ്ടുമുട്ടി. ഓർമ്മയുണ്ടല്ലോ, ഒന്നിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തൊക്കെ റിസ്ക് എടുത്തുവന്ന്. എന്റെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് പോലും തനിക്ക് വരേണ്ടി വന്നു. അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ സത്യം പറഞ്ഞ ശരി വരാറുണ്ട് എനിക്ക്. എന്നാ അതിനൊക്കെ ശേഷമാ വരാൻ പാടില്ലാത്ത ഒരുത്തൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ഡോക്ടർ ജീവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാളെ കാണാതിരിക്കാനായിട്ടല്ലേ സാർ ഇവിടേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? അതിനുവേണ്ടി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടേതായ കുറച്ച് നിമിഷങ്ങൾ നമുക്കിടയിൽ വേണം. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാർത്ഥരായിട്ടുള്ളത് ആരാണെന്ന് എനിക്കറിയോ? ആരാ? ഭാര്യ ഭർത്താക്കന്മാർ തന്നെ. അവര് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കും. അവര് സ്നേഹിക്കുന്നവരെയും അവർക്ക് ചുറ്റുമുള്ളവരെയും അവർ കാണേണ്ട രീതി കാണും. എന്നാ അന്യരായിട്ടുള്ള ആൾക്കാർ അവർക്കിടയിലേക്ക് കടന്നു കയറുന്നതും അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും ആർക്കും ഇഷ്ടപ്പെടില്ല. താനൊന്ന് ആലോചിച്ച് നോക്ക്. അന്യായ ഒരു പെൺകുട്ടി നമുക്കിടയിലേക്ക് കടന്നു വരികയും അവളോട് ഞാൻ കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്താ തനിക്കത് ഇഷ്ടപ്പെടുവോ? സാർ ഒരിക്കലും അന്യായ പെൺകുട്ടികളോട് അടുപ്പമൊന്നും കാണിക്കില്ല. ഇനി അങ്ങനെ കാണിക്കുന്നെങ്കിൽ തന്നെ അതിന് തക്കതായ കാരണവും കാണും. ആയിക്കോട്ടെ, തനിക്കിപ്പോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമല്ലാന്ന് കരുതുക. അത് താൻ എന്നോട് തുറന്നു പറയുകയും ഞാൻ ആ കുട്ടിയോട് അടുപ്പം കാണിക്കുകയും ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും നമ്മൾ അകത്ത് കയറി ദേവിയെ കണ്ട ശേഷം വലം വെച്ചപ്പോ പറഞ്ഞത്? ഓർക്കുന്നില്ലേ? ഡോക്ടർ ജീവനെ കുറിച്ചല്ലേ സംസാരിച്ചത്? എന്താ സംസാരിച്ചത്? ഡോക്ടർ ജീവൻ നമുക്കിടയിൽ ഒരു ബാധ്യതയാണെന്ന്. ആണല്ലോ. അങ്ങനെ ഒരു ബാധ്യത നമുക്ക് വേണോ? ഈ അമ്പലനടയില് ദേവിയുടെ മുമ്പിൽ വെച്ച് താൻ സത്യം ചെയ്യണം, എന്റെ തലയെ തൊട്ട്. ഇനി ഡോക്ടർ ജീവനെ കാണുകയോ അയാളോട് സംസാരിക്കുകയോ ചെയ്യില്ലെന്ന്. ഞാൻ കുറെ ദിവസമായിട്ട് ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്. താൻ അമ്മയെ പോലെ കാണുന്ന എന്റെ അപ്പച്ചി ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനാ. അയാൾ മരിക്കണമെന്ന് അപ്പച്ചി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോ താൻ അയാളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആവശ്യം. സാറിന് ഞാൻ സത്യം ചെയ്ത് തന്നല്ലോ, ഇനി ഞാനത് തെറ്റിക്കില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്.
തനിക്ക് വിഷമമുണ്ടോ? ഞാൻ ജീവിക്കുന്ന സാറിന് വേണ്ടിയാ. അതിനപ്പുറം അന്യനായ ഒരാൾക്ക് സാറ് പറയുന്ന പോലെ ഞാൻ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. കണ്ണേട്ടനും പവിത്രടുത്തും ഒക്കെ അയാളോട് സിമ്പതി കാണിച്ചതുകൊണ്ടാ തന്റെ മനസ്സിൽ അയാളോട് സ്നേഹം ഉണ്ടായത്. അത് കുറച്ചൊന്നും അല്ല എന്നെ നോവിച്ചത്. ഇതിനു വേണ്ടി നമുക്ക് യാത്ര ചെയ്തു വരേണ്ട കാര്യമുണ്ടായിരുന്നോ? നമുക്ക് ചെറുത്തടുത്ത ക്ഷേത്രത്തിൽ പോയി ഈ സത്യം ചെയ്താൽ മതിയായിരുന്നു. പോരായിരുന്നു. ഒരു യാത്ര വളരെ വളരെ അത്യാവശ്യമായിരുന്നു. തനിക്കെന്ത് ഈ യാത്ര ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെയുള്ള യാത്രകൾ വേണമെന്ന് ഇപ്പൊ തോന്നുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മടങ്ങി പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു തോന്നലുണ്ടാവുമെന്ന്. എനിക്ക് തൊഴുതിട്ട് മതിയായില്ല സർ. ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി ഒരു 4-5 തവണയെങ്കിലും ഏത്തുവിടണമെന്നുണ്ട്. അതെന്തിനാ? എന്തോ കുറ്റബോധം പോലെ. ആരോട്? എനിക്ക് സത്യം ചെയ്തു തന്നുകൊണ്ട് ഇനി ജീവനെ വേദനിപ്പിക്കേണ്ടി വരും എന്നുള്ള കുറ്റബോധം കൊണ്ടാണോ? സാർ എന്തൊക്കെയായി പറയുന്നത്? അയാൾ എനിക്ക് ആരാ? എന്റെ കുറ്റബോധം അത്രയും സാറിനെ സങ്കടപ്പെടുത്തിയതിനാ. ഞാൻ വന്നതൊരു ശല്യമായോ? ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു മൂരിയുണ്ടല്ലോ നിങ്ങളുടെ അനന്തരവൻ, കൃഷി ഓഫീസർ. അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അവന്റെ അപ്പച്ചിക്കായിരിക്കും. അവനിപ്പോ ഇവിടെ ഇല്ല, വരുമ്പോ ഞാൻ പറയാം. അയ്യോ, അവൻ എവിടെയാ കാർത്തൂനെയും കൊണ്ട് മുങ്ങിയിരിക്കുന്നത്? അറിയില്ല. എനിക്കറിയണം. എത്രയും പെട്ടെന്ന് കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയണം. ആഹാ, എത്തിയല്ലോ. എന്തായി കല്യാണക്കാരിയൊക്കെ? ആ കഴുതേ വേണ്ടത് വെച്ചോ എന്റെ അനന്തരവനെ. എന്താ അമ്മയും മോളും ഒന്നും പറയാത്തെ? ഒന്നും തീരുമാനമായിട്ടില്ല. ആര് തീരുമാനിച്ചിട്ടില്ല? ഞാൻ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിയേട്ടനെ മാത്രം. ശൗര്യം, ശൗര്യം. അത് കണ്ടാലറിയാം ഈ അമ്മയുടെ മോള് തന്നെയാണ്. അച്ഛന്റെ കാര്യത്തിലെ ഒരു സംശയം വരത്തുള്ളൂ. ഡോക്ടറാകാൻ വേണ്ടി വിട്ടതാ. ഇപ്പൊ ഏതോ ഒരു ഡോക്ടറെ കീഴിൽ എന്തൊക്കെയോ പഠിക്കാൻ പോകുന്നെന്ന്. അങ്ങനെ പോയിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നേ. അവൻ ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയല്ലെന്നേ. കയ്യിലെടുക്കാൻ പറഞ്ഞാൽ നടുവിലെടുക്കുന്നവനാ. എനിക്ക് തോന്നുന്നതേ അവന്റെ തലച്ചോറ് നടുവിലാണെന്നാ, കിഡ്നി തലയിലും. അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എൻട്രൻസ് ഒക്കെ പാസ്സായത് തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്തോണ്ടല്ലോ. തലച്ചോറില്ലാത്തത് കൊണ്ടാ. തലയ്ക്കകത്ത് ആൾതാമസമല്ല വേണ്ടത്, തലച്ചോറാ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടതെന്ന് മോളുടെ അമ്മയ്ക്കറിയാം. മോൾക്കറിയില്ലെങ്കിൽ മോളുടെ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്ക്. ഇവളെ കാഞ്ഞ പുള്ളിയായിരുന്നു ഒരു സമയത്ത്. എന്റെ അമ്മയോട് കുറച്ച് മാന്യമായി സംസാരിക്കണം. മോളൊന്നും മിണ്ടാതിരിക്കെ. ഇവള് പറയട്ടെ, നിന്റെ അല്ലേ മോള്. അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറവും പറയും. എല്ലാം കേട്ടതിന് ശേഷം ഞാൻ മറുപടി പറഞ്ഞാ മതിയല്ലോ. നമ്മളിവിടെ വന്നതിനൊരു അർത്ഥമുണ്ടായി. ഇനി നമ്മുടെ ജീവിതത്തിൽ ഡോക്ടർ ജീവനില്ല. ആ ഉറപ്പ് എനിക്ക് വാങ്ങിക്കണമായിരുന്നു. അതിനുവേണ്ടിയാണോ ഇവിടെ വരെ കൊണ്ടുവന്നത്? എന്താടോ, ഇതൊരു നല്ല യാത്രയായിരുന്നില്ലേ? അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെന്താ അങ്ങനെ ചോദിച്ചു? ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ യാത്ര വരണം. കണ്ണേട്ടനോടും പവിത്രടുത്തോടൊക്കെ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ ഡോക്ടർ ജീവന്റെ കാര്യത്തിൽ അവരെടുക്കുന്ന നിലപാട് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ അവർ രണ്ടാളും ജീവനെ അനുകൂലിക്കുന്നുണ്ട് പലപ്പോഴും തനിക്കെന്നെ അനുസരിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരിൽ നിന്നും മാറി പരസ്പരം സ്നേഹം പങ്കിടാനായി ഇങ്ങനൊരു യാത്ര. അന്ന് അയാളെ കെണിയിൽപ്പെടുത്തിയ സ്ത്രീയെ കണ്ണേട്ടൻ കണ്ടുവെന്നും പറഞ്ഞു. ഡോക്ടർ ജീവൻ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ വെച്ച്. അതൊന്നും അങ്ങോട്ട് പൂർണ്ണമായും വിശ്വസിക്കണ്ട മോളെ. പക്ഷേ അമ്മ അയാളെ നേർക്ക് നേരെ നിന്ന് വെടിവെച്ചിട്ടും അതേപ്പറ്റി അയാൾ പോലീസിനോടൊന്നും പറഞ്ഞില്ലല്ലോ. വെടിവെച്ചത് ആരാണെന്ന് കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? മോള് മുത്തശ്ശനെ കുഴപ്പിക്കുകയാണോ? അരുൺ പോലും ഇങ്ങനെ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. അവൻ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് അരുൺ പറയുന്നത്. കണ്ണനും അയാളുടെ കൂട്ടുകാരൻ പപ്പനും ഒക്കെ ജീവനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് പോലും അരുൺ അതൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞേ ഉള്ളൂ മുത്തശ്ശ. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉടനെ ഉണ്ടാവും. അച്ഛൻ മടങ്ങി വരുമ്പോ
അയാളും വരും ഇവിടേക്ക്, ആ കരുണൻ. അയാള് മിക്കവാറും അച്ഛനോടെല്ലാം പറയുകയും ചെയ്യും. അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല മുത്തശ്ശ. ഒരുപക്ഷെ മുത്തച്ഛന്റെ മോളുടെ അമ്മയൊക്കെ ശരത്ത് തള്ളിപ്പറഞ്ഞെന്ന് വരാം. പിന്നെ ഒരു തെറ്റും മരണം വരെ ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ലല്ലോ മോളെ. അതെപ്പോഴായാലും മറന്നേക്ക് പുറത്തു വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച അതൊക്കെ നേരിടാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. അല്ലറ ചില്ലറ വർത്താനൊന്നുമല്ല, മനുഷ്യനെ കൊല്ലുന്ന വർത്താനം പറ. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ആൾക്കാർ എങ്ങനെ പെരുമാറുന്നു അതുപോലെ ആയിരിക്കും ഞാനും തിരിച്ചു കൊടുക്കുന്നത്. പിന്നെ ടൂറൊക്കെ പോയിട്ട് എവിടൊക്കെ പോയി സാറേ? അതിനെ താനറിയുന്നു. അല്ല, നല്ല സ്ഥലങ്ങളാണെങ്കിൽ എനിക്കും ഒന്ന് പോണമെന്നുണ്ട്. എന്തായാലും ഉടനെ ഒന്നും പോകുന്നില്ല കേട്ടോ. ഒരിത്തിരി പൈസ കൂടി എല്ലാവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്ന് പോകാം. നനഞ്ഞടം കുഴിക്കാണല്ലേ? പിന്നെ കുഴിച്ചു കുഴിച്ചു കുളം തോണ്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി അവിടെ കുളം കുഴിക്കണ്ട. നിന്റെ അപ്പച്ചിയുടെ വീട്ടിൽ. മോളെ, മാമൻ വീണ്ടും വീണ്ടും പറയുക, മോളുടെ മുന്നിൽ തന്നെയുണ്ട് മോളുടെ അച്ഛനും അമ്മയും. മോള് അവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ടോ? അതേപ്പറ്റി ഒരു വ്യക്തതയില്ല ആർക്കും. ചിലപ്പോ കണ്ടു കാണും. അവരൊക്കെ മോളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടും ഉണ്ടാവും. ഉണ്ടാകുമോ സാറേ? ഉണ്ടാകാം. അവരെ കുറിച്ച് കേൾക്കണ്ടെന്ന് ഞാൻ കരുണമാമിയോട് എത്ര തവണ പറഞ്ഞതാ. മോക്ക് കേൾക്കണ്ടെന്നറിയാം. എങ്കിലും മാമനെ കേൾപ്പിക്കണമെന്ന് തോന്നിയാൽ കേൾപ്പിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കേൾക്കണ്ടാത്ത കാര്യം കരുണമാമ സംസാരിക്കണ്ട. അത് കേൾക്കാൻ ഞാൻ നിന്നു തരില്ല. മോളെ, കണ്ണേട്ടാ, ഇതെപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേളൂ മോളെ. പിന്നെന്താ ഇവിടെ ഇരുന്നത്? ഒന്ന് വിളിച്ചൂടായിരുന്നോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങ് ഇരുന്നു പോയതാ. എന്ത് പറ്റി കണ്ണേട്ടാ? മോൾ ഇവിടെ വന്നിരിക്കേ, പറയാം. കണ്ണേട്ടന്റെ വിഷമം പറഞ്ഞാ മോക്കതിന് പരിഹാരം കാണാൻ പറ്റൂ? എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ പറ്റും. മോളെ കൊണ്ട് കഴിയുന്നതാ. പക്ഷെ അത് അരുണിന് ഇഷ്ടമല്ലാത്ത കാര്യമാ ഞാൻ പറയാൻ പോകുന്നത്. അരുണ് ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്ക. കണ്ണേട്ടന് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് എന്നെ കാണണം അല്ലേ? ആ ഡോക്ടർ ജീവന്. അതെ മോളെ. അതിന് കണ്ണേട്ടൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? അയാളോട് പറഞ്ഞൂടെ അരുൺ സാറിന് ഇഷ്ടമല്ലാന്ന്? ഞാൻ അയാളോട് ഇഷ്ടം പോലെ പറഞ്ഞു നോക്കി. ഇനി അയാൾ ഇങ്ങോട്ട് കയറി വരുന്ന പേടി. കയറി വന്നാലും ഞാൻ അയാൾക്ക് മുഖം കൊടുക്കില്ല. അയാളോട് മിണ്ടാനും പറയാനും ഒന്നും നിൽക്കില്ല. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് അയാളോട് പറയണം. മോള് യാത്ര കഴിഞ്ഞു വന്നതല്ലേ, തറവാട്ടിലേക്കെന്ന് പറഞ്ഞ ഒന്ന് വന്നൂടെ? അവിടേക്ക് ഞാൻ അയാളെ വിളിച്ചു വരുതാ. ഇല്ല കണ്ണേട്ടാ, ഇനി എനിക്ക് അയാളെ കാണാൻ പറ്റില്ല. ഞാൻ അമ്പലത്തിന്റെ നടയിൽ വെച്ച് ദേവിയെ സാക്ഷി നിർത്തിയ സാറിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തത്. ഇനി ഡോക്ടർ ജീവനെ കാണില്ലെന്ന്, സംസാരിക്കില്ലെന്ന്. മോള് സത്യം ചെയ്തു കൊടുത്തോ? ഉവ്വ്, കൊടുക്കേണ്ടി വന്നു. നിന്റെ അപ്പച്ചി കുട്ടിക്കാലത്ത് എങ്ങനെ ഇരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം. അന്ന് പൂവാലന്മാര് കാരണം അവര് വശം കെട്ട് കാണും. അങ്ങനെ ഒരു പൂവാലനോടൊപ്പം അവര് കുറച്ചു കാലം കറങ്ങി നടന്നു. കല്യാണത്തിന് മുമ്പ് പ്രസവിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കാട്ടിലെറിഞ്ഞു. എന്നിട്ട് അവര് വേറെ കെട്ടി. അതിനുശേഷം നിന്റെ അപ്പച്ചിക്ക് 2 കുട്ടികൾ വേറെ ഉണ്ടായി. എന്നാൽ ഡോക്ടർ ജീവന് കുട്ടികളില്ല. അപ്പൊ പിന്നെ അയാൾക്കുള്ള ഒരു മോളെ കാണാൻ അയാൾക്ക് അവകാശമില്ലേ? എന്റെ അപ്പച്ചിക്ക് അത് ഇഷ്ടമല്ല. എന്നാ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എടാ, ഒന്ന് പ്രസവിച്ചിട്ട് പുല്ലുപോലെ വേറൊരുത്തനെ കെട്ടിവളാ നിന്റെ അപ്പച്ചി. അതിനുശേഷവും അവളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് എനിക്കറിയാം. എടാ, കാർത്തൂനെ നീ കെട്ടാൻ പോയപ്പോ ഞാൻ വേഷം മാറി നിന്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് മനസ്സിലാക്കിയതാ കെട്ടിയോൻ കെട്ടിയോളുടെ മുന്നിൽ പഞ്ചപുച്ചമടക്കാ നിൽക്കുന്നതെന്ന്.
തെറ്റ് ചെയ്ത സ്ത്രീകൾ അങ്ങനെയാടാ. ഭർത്താവിനെ അടക്കി ഭരിക്കാൻ നോക്കും. അവര് കരയും, ദേഷ്യപ്പെടും, ചിലപ്പോ തല്ലും കൊടുക്കും. അതൊക്കെ സ്വന്തം കള്ളത്തരം മറയ്ക്കാൻ വേണ്ടിട്ടാ. എടാ മോനെ, അവരെ ഒറ്റ നോട്ടത്തിൽ കണ്ടാ അറിയാം അവർ ഒരുപാട് മേഞ്ഞു നടന്നതാണ്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ അപ്പച്ചി ആക്ഷേപിക്കരുത്. അവന്റെ ഒരു അപ്പച്ചി. എടാ, അവളെക്കാളും ശുദ്ധിയും വൃത്തിയുള്ളവളാ എന്റെ സുധാമണി പോലും. ഒരേ സമയം പല പുരുഷന്മാരെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണ് നിന്റെ അപ്പച്ചി. തിരിയുന്നോ? എടാ, ഇപ്പൊ കെട്ടിയവൻ അവിടെ ഇല്ലല്ലോ. എടാ, നീ നിന്റെ അപ്പച്ചിയുടെ പിന്നാലെ ഒന്ന് നടന്ന് നോക്ക്. അപ്പൊ അറിയാം അവരിപ്പൊ ആരെയാ സ്നേഹിക്കുന്നതെന്ന്. എടാ, ഈ കാർത്തു മാത്രമല്ല, വേറെ മക്കളും കാണും നിന്റെ അപ്പച്ചിക്ക്. അവരെയൊക്കെ ഇതുപോലെ കാട്ടിലോ വല്ല പള്ളി നടയിലോ ഒക്കെ കൊണ്ടുവച്ച് കാണും. അതീ ചിലതൊക്കെ ചത്തും കാണും. എടാ, അടിമുടി അഴുക്കിൽപ്പെട്ട നിന്റെ അപ്പച്ചിയോട് ആ ശരീരം കൊണ്ടുപോയി കത്തിച്ച് കളയാൻ പറയടാ. നിർത്തോ, നാണം കെട്ടവനെ. നിർത്തുകയല്ലടാ. ഒഴുത്ത നായ്ക്കളെക്കാളും നാറി വെളുത്തവളാടാ നിന്റെ അപ്പച്ചി. പെണ്ണിന് തന്നെ അപമാനമാടാ. എടാ, എന്റെ ദേഹം നന്നായി നൊന്തു. അതിന്റെ ഫലം അനുഭവിക്കുന്നതേ നിന്റെ അപ്പച്ചി തന്നെയായിരിക്കും. അയ്യോ, അയ്യോ, ഇനി എന്റെ അപ്പച്ചിയെ ആക്ഷേപിച്ചാൽ അപ്പച്ചിയെ വേദനിപ്പിക്കുന്ന രീതി സംസാരിച്ച അത് നിന്റെ നാശത്തിനായിരിക്കും കാരണം. നിന്നെ ഞാൻ കൊല്ലാൻ മനസ്സുകൊണ്ട് ഉറച്ചിരിക്കായിരുന്നു. അത് നേരത്തെ ആക്കരുത് നീ. കാർത്തു നല്ലൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ കുട്ടിയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ സ്വന്തം കുഞ്ഞിനെ കാട്ടിലെറിഞ്ഞത് നല്ലതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അന്ന് അവരുടെ സാഹചര്യം ഇതായിരുന്നു അമ്മേ. എന്തോന്ന് സാഹചര്യം? ഇത്തിരി നേരും നിറവുള്ളവളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എനിക്കെന്തായാലും കാർത്തൂനെ ഒന്ന് കാണണം. അയ്യോ, അമ്മ ഇപ്പൊ അങ്ങോട്ടൊന്നും പോണ്ട. അവിടെ ചെന്നിട്ട് അമ്മയുടെ നാവിന്ന് അബദ്ധം എങ്ങാനും വീണ കാർത്തു ഈ സംഭവങ്ങളൊക്കെ അറിയും. സ്വന്തം അച്ഛനും അമ്മയും പിന്നാലെ നടക്കുക, എന്നിട്ട് മോൾക്ക് അവരെ അറിഞ്ഞുകൂടല്ലേ? ഇതുവരെ മോളൊന്നും അറിഞ്ഞിട്ടില്ല. കാർത്തൂന്റെ അച്ഛൻ പാവമാണെന്ന് നിങ്ങളൊക്കെ പറയുന്നു. പിന്നെ സ്വന്തം അച്ഛന് മോളെ കാണാനുള്ള അവകാശം ഇല്ലേ? അയാള് കൊണ്ടുവന്ന് എന്തെല്ലാം സമ്മാനങ്ങൾ കാർത്തൂന് കൊടുത്തു, സ്വർണ്ണം ഉൾപ്പെടെ. അതൊക്കെ മനസ്സിനകത്ത് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? പക്ഷെ അതൊന്നും മോക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇതൊന്നും അധികകാലം മൂടി വെക്കാൻ പറ്റില്ല പവിത്രേ. അതുകൊണ്ടല്ലേ ഇത്തരം രഹസ്യങ്ങൾ അറിയാൻ പാടില്ലാത്ത ഒരുത്തൻ തന്നെ അതറിഞ്ഞത്. അവൻ പോയിരിക്കുന്നത് ആരെ കാണാനാ? അരുണിന്റെ അപ്പച്ചിയുടെ ഭർത്താവിനെ. അങ്ങനെ എങ്ങാനും കണ്ണി കണ്ടു കഴിഞ്ഞ അവന്റെ നാക്ക അവനില്ലാത്ത കഥകളൊക്കെ പറഞ്ഞു പിടിപ്പിക്കും. കരുണമാമ പറയുന്നൊക്കെ അതേപടി അദ്ദേഹം വിഴുങ്ങിയിട്ടില്ല. വിഴുങ്ങിയില്ലെങ്കിൽ അവൻ പറഞ്ഞതിൽ സത്യമുണ്ടല്ലോ. കണ്ണൻ ഇടയ്ക്ക് നിന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവനന്ദയുടെ ഭർത്താവ് കുറച്ചു നാളായിട്ട് അവിടുന്ന് മാറി നിൽക്കുവാന്നൊക്കെ. അതിനി അയാൾ ഉടക്കി പിരിഞ്ഞു നിൽക്കുവാണെങ്കിലോ? അദ്ദേഹം അങ്ങനെ ഒരാളല്ല. എന്റെ പവിത്രേ, മനുഷ്യരുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യ കല്യാണത്തിന് മുമ്പ് ഒരുത്തനെ പ്രേമിച്ചെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നൊക്കെ അറിഞ്ഞ ഏതാണുങ്ങളാ സഹിക്കുന്നേ? ഏതായാലും ഈ പ്രായത്തിലായതുകൊണ്ട് വലിയ പരിക്കുകളൊന്നും പറ്റത്തില്ല. 2 കുട്ടികളായി, ഒരാളുടെ കല്യാണവും കഴിഞ്ഞു. ഇനിയിപ്പോ വേറൊരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ കവളിൽ അരുൺ സാറിന്റെ കൈ പതിയുന്നതിന് മുമ്പ് എന്റെ ഈ കൈ പതിയേണ്ട. എന്നാ പതിക്കടാ. എന്റെ കവള് ഞാൻ എല്ലാവർക്കും പതിച്ചു തന്നിരിക്കുക അടിക്കാനായിട്ട്. എടാ, അതിന് പ്രത്യേകിച്ച് കരവൊന്നും അടക്കണ്ടല്ലോ. അടി മോളെ, 2ഉം കൽപ്പിച്ചുള്ള പോക്കാ പപ്പയുടെ. 2-1 അറിയാനുള്ള പോക്ക്. കർഷകന്റെ അടുത്ത് ഞാൻ പോയിരുന്നു. എല്ലാവരും തല്ലട്ടെ, എങ്കിലേ എനിക്ക് എന്റെ പ്രവൃത്തി ചെയ്യാൻ ഒരു ആവേശം ഉണ്ടാകൂ. ആദ്യം അരുൺ സാറിന്റെ അപ്പച്ചെ കാണും നിങ്ങൾ. അതിനുശേഷം അരുൺ സാറിന്റെ അങ്കിളിനെ കാണും. കാണുവടാ, കാണും. വെറുതെ കാണുമൊന്നുമല്ല, പറയാനുള്ളതൊക്കെ അവരോട് ഞാൻ പറഞ്ഞിരിക്കും. എന്താ അവരോട് പറയാനുള്ളത്? അതൊക്കെ ഇവനും ഇവന്റെ ശിങ്കിടികൾക്കും അറിയാം. നിങ്ങളുടെ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തില്ല. ആര് പറഞ്ഞു ഞാൻ എത്തില്ലെന്ന്? അതിനു മുമ്പ് നീയൊക്കെ എന്നെ കൊല്ലുവോ? വേണ്ടി വന്നാ അതും ചെയ്യും. അതുകൊണ്ടല്ലടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മോളുടെ മുന്നിൽ വെച്ച് നീ എന്റെ കഴുത്തറക്കടാ.
നിന്റെ കെട്ടിയോനെയും നിന്നെ എടുത്തു വളർത്തിയ കാട്ടുപോത്തിനെയും എല്ലാം കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇനി ഞാൻ പോകാൻ പോകുന്നതേ നിന്റെ കെട്ടിയോന്റെ അപ്പച്ചിയുടെ വീട്ടിലേക്കാ. അവിടെ ചെന്ന് എനിക്കൊന്ന് അലമ്പുണ്ടാക്കണം. എന്തിനാ കരുണമാമ എല്ലാരും ഇങ്ങനെ അലമ്പുന്നത്? അത് എന്നോടല്ല, നിന്റെ ഭർത്താവും അമ്മായിയമ്മയും ഉൾപ്പെടെ ഉള്ളവരോടാ ചോദിക്കേണ്ടത്. ദേ, എന്റെ കരണത്ത് നിന്റെ കെട്ടിയോൻ ആ കൃഷി ഓഫീസർ എന്നെ തല്ലി, അവൻ ഇടിച്ചെന്റെ ചങ്ക് കലക്കി. ഇതിനൊക്കെ ഞാൻ അവന് കൊടുത്തിരിക്കും. 10 കാശ് എനിക്ക് കിട്ടുമെന്ന് കരുതിയ ഞാൻ ഇതുവരെ എല്ലാം മൂടി വെച്ചോണ്ട് നടന്നത്. ഇനി പക്ഷേ അതിന് നിൽക്കുന്നില്ല. നിനക്ക് അമ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒരച്ഛനും. നിന്റെ അമ്മ ആരാണെന്ന് അവക്കറിയാം, അരുണിന്റെ അപ്പച്ചിക്ക്. അതുപോലെ അരുണിനും അരുണിന്റെ അമ്മയ്ക്കും ഒക്കെ അറിയാം. എല്ലാവരും കണ്ണടച്ചിരുട്ടാക്കുക. അതുപോലെ തന്നെ നിന്റെ അച്ഛൻ എത്രയോ തവണ നിന്റെ മുന്നിലൂടെ നടന്നിരിക്കുന്നു. നീ അയാളെ കണ്ടിട്ടുണ്ട്. എനിക്ക് കാണണ്ട അങ്ങനെ ഒരാളെ. അയാളെ പറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അത് അവര് നിന്നെ ഉപേക്ഷിച്ച കൊണ്ട് നീ പറയുന്നതാ. പക്ഷേ ആളെ തിരിച്ചറിയുമ്പോ നിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. യാത്ര പുറപ്പെടുന്നതേ ഉള്ളൂ. ഇനിയിപ്പൊ കെട്ടിയോൻ അവിടെ ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും നിന്റെ കഴിഞ്ഞകാല കഥകളൊക്കെ. അയലത്തുകാരെ മുഴുവൻ അറിയിക്കും കല്യാണത്തിന് മുമ്പ് നിനക്കൊരു മകളുണ്ടായിരുന്നുവെന്ന്. അതെന്താ പെട്ടെന്നിങ്ങനെ? എടീ, നിന്റെ അനന്തരവനുണ്ടല്ലോ, ആ കൃഷി ഓഫീസർ, അവൻ എന്നെ തല്ലി. അത് മാത്രമല്ലടി, എന്റെ അനന്തരവനും മരുമോനും ഒക്കെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ആ പൊപ്പം പറഞ്ഞതേ എന്നെ പൊപ്പടം പോലെ പൊടിക്കുമെന്നാ. എന്നാ പിന്നെ എനിക്കതൊന്ന് കാണണം. അവരൊക്കെ പറഞ്ഞതിന് ഞാൻ മാപ്പ് ചോദിക്കുക. നിങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ തരാം. അതൊക്കെ നിന്റെ കൈ വെച്ചേക്കടി. എന്റെ ചങ്കിടിച്ചു വാട്ടി നിന്റെ അനന്തരവൻ. നീ എന്താടി കരുതിയത്? അവനൊന്നും അറിയാതെ നടക്കുവന്നോ? എടി, അവനെല്ലാം അറിയാം, ഒപ്പച്ചിയുടെ ലീലാവിലാസങ്ങളൊക്കെ. എന്താടി ഒന്നും മിണ്ടാത്തെ? ഇല്ല, എന്റെ അരുണിന് ഒന്നും അറിയില്ല. എടി, നീ കണ്ണും മൂടിക്കെട്ടി നടക്കുകയാണെന്ന് കരുതി ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല. എന്റെ അപ്പച്ചിയെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ അവൻ എന്നെ തല്ലിയത്. എടി, അവനറിയാം കാർത്തു നിന്റെ മകളാണെന്നും നീ ഡോക്ടർ ജീവനുമായി ഒരു സമയത്ത് ആടിപ്പാടി നടന്നതാണെന്നും നീ അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചതാണെന്നും ഒക്കെ. അല്ലെങ്കിൽ ആ സിംഹവാലനുണ്ടല്ലോ, കാവിയും ധരിച്ച് നടക്കുന്ന നിന്റെ അച്ഛൻ, അയാളോട് ചോദിക്കണേ അനന്തരവനെല്ലാം അറിയാവോന്ന്. അനന്തരവനറിയാം, കണ്ണനറിയാം, പപ്പനറിയാം, ദീപനും അറിയാം. ഇനി അറിയാൻ വയ്യാത്ത കുറച്ചു പേരേ ഉള്ളൂ. അവർക്ക് കൂടി ഞാൻ അറിയിച്ചു കൊടുക്കാം. ഞാൻ അങ്ങോട്ട് തന്നെ വരിക. നിന്റെ കൈ തോക്കുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നതിന് മുമ്പ് ഞാൻ അയലത്തൊക്കെ ഒന്ന് കേറി കാര്യം പറഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇനി ഒരു നീക്കുപോക്കുമില്ല. എനിക്ക് നിന്റെ കാശും വേണ്ട. ഇപ്പോ എന്നോട് കരുണൻ എല്ലാം വിളിച്ചു പറഞ്ഞു. അരുണിന് എന്റെ കഴിഞ്ഞ കാലം മുഴുവൻ അറിയാന്ന്. പിന്നെ എന്തിനാ അച്ഛൻ അതൊക്കെ മറക്കുന്നേ? ഇതിനൊക്കെ കാരണം നിന്റെ സ്വഭാവമോളെ. നീ പരിസരം നോക്കാതെ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ സംശയത്തോടെ നോക്കുന്നുണ്ടെന്നറിയണം. അങ്ങനെ സംശയം തോന്നിയ അരുൺ സ്വയം കണ്ടെത്തി നീ കാർത്തുവിന്റെ അമ്മയാണെന്ന്. അപ്പോ കരുണൻ പറഞ്ഞതൊക്കെ സത്യമാണല്ലേ? അതൊക്കെ അറിഞ്ഞിട്ടാ അരുൺ ഇടയ്ക്കിടയ്ക്ക് എന്റെ അരികിലേക്ക് വന്നത് അല്ലേ? അതറിഞ്ഞ ശേഷം അവൻ നിന്നെ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ. അവന് നിന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? ഇനി ഇത് ആർക്കൊക്കെ അറിയാം? മറ്റാർക്കും അറിയില്ല. മാളൂന്? ഇല്ല, അറിയില്ല. അവളുടെ സംസാരം കേൾക്കുമ്പോഴും എനിക്ക് അങ്ങനെ ചില സംശയങ്ങളുണ്ട്. അവൾക്കും ഉണ്ടാകും നിന്റെ സംസാരം കേൾക്കുമ്പോൾ ചില സംശയങ്ങള്. അങ്ങനെ വരുമ്പോഴാണ് സത്യം തേടി അവരിറങ്ങുന്നത്. കാർത്തൂനോട് അരുണൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇതുവരെ ഇല്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ കാർത്തു ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മോളെ കാട്ടിലെറിഞ്ഞ അമ്മയെ മോളെ ഇപ്പോഴും വെറുക്കുന്നുണ്ട്. പക്ഷേ അത് നീയാണെന്നറിഞ്ഞാൽ എന്തായിരിക്കും ആ സമയത്ത് പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല.
കരുണനെ അരുൺ തല്ലിയോ? നിന്നെ ആക്ഷേപിച്ചപ്പോ അവന്റെ നിയന്ത്രണം വിട്ടുപോയി. അവൻ എന്തിനാ അങ്ങനെ ചെയ്തത്? ഇനിയിപ്പോ എല്ലാം നശിപ്പിക്കുന്നു പറഞ്ഞ അയാൾ ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നെ. അയലത്തെ കാര്യമൊക്കെ എല്ലാം അറിയിക്കുന്നു. എന്നെ വിളിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഞാൻ ആകെ തകർന്ന മട്ട. നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് ദേവേ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഞാൻ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അച്ഛൻ പറയുന്നേ? ഞാനായതുകൊണ്ടാ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ. അവൻ ഇങ്ങോട്ട് തന്നെയാ പുറപ്പെട്ടിരിക്കുന്നേ. ശരത്ത് ഇവിടെ ഇല്ലാത്ത ഭാഗ്യം. ശരത്തേട്ടനായാലും വിളിക്കും, കാര്യങ്ങളൊക്കെ പറയും. അവന് തലയ്ക്ക് വെളിവില്ലെന്ന് ശരത്തിന് അറിയാലോ. എങ്കിലും ഒരുത്തൻ കഴിഞ്ഞ കാല കഥകളൊക്കെ വിളിച്ചു പറഞ്ഞ ശരത്തേട്ടന് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നില്ലേ? അങ്ങനെ തോന്നില്ലായിരുന്നു. ഡോക്ടർ ജീവന്റെ പേര് കേൾക്കുമ്പോ നീ നിന്നെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ. അവിടെയാണ് നിനക്ക് പിഴച്ചു പോയത്. അരുൺ ഉൾപ്പെടെ എല്ലാവരും സത്യം തേടി ഇറങ്ങിയത് നിന്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ്. ഡോക്ടർ ജീവൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ പരിസരം മറക്കുമല്ലോ. അതിനിടയിലാണല്ലോ അവനെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയതും. മോളെ, അച്ഛനും നിന്നെ പോലെ തന്നെ അവനോട് ദേഷ്യമുണ്ട്. പക്ഷേ കാലം മനുഷ്യനെ മാറ്റുമെന്ന് മോൾ അറിയണം. അവനുമുണ്ട് അതുപോലെ മാറ്റം. അല്ലെങ്കിൽ ഒരിക്കലും അവനെ വെടിവെച്ചത് മോളല്ലെന്ന് അവൻ പോലീസിനോട് പറയില്ലായിരുന്നു. അവനെ അച്ഛനെ ന്യായീകരിക്കാണോ? ന്യായീകരിച്ചതല്ല. ഇനിയിപ്പോ അവനുമായിട്ട് യുദ്ധത്തിൽ നിന്ന് പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പോകുന്നില്ലല്ലോ. എന്റെ മോളുടെ പിന്നാലെ നടക്കുന്നത് അവനല്ലേ? അത് അവനങ്ങ് നിർത്തിയാ മതി. അതോട് തീർന്നു പ്രശ്നങ്ങൾ. ഞാനിങ്ങോട്ട് വരുമ്പോ നമ്മുടെ തട്ടുകടയിലിരുന്ന് ഇഷ്ടം പോലെ ആഹാരം കഴിക്കായിരുന്നു. ചോദിക്കുന്ന എന്തും കൊടുത്തേക്കാൻ ഞാൻ ജമാലിക്കയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പ്രയോജനം? ആർത്തിയോടെ എല്ലാം കഴിച്ചു കഴിയുമ്പോ എല്ലിന്റെ ഇടയിൽ കുത്തൽ കയറുമല്ലോ. വീട്ടിലൊരുത്തിയാണെങ്കിൽ ചോദ്യം ചെയ്തതിനെ കൊല്ലുക. അവളുടെ അച്ഛന്റെ മുമ്പിൽ നമ്മളൊക്കെ പഞ്ചപുച്ച അടക്കി നിൽക്കുന്നതിന്റെ കാരണമൊക്കെ അറിയണം. ആർക്കായാലും അങ്ങനെ ഒരു സംശയം തോന്നില്ലേ ദീപ? തക്കതായ ഒരു കാരണം ഇല്ലെങ്കിൽ നമ്മളൊന്നും കരുണന്റെ മുന്നിൽ തല താഴ്ത്തി നിൽക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അരുൺ സാറാണെങ്കിൽ ഓവർ ടെൻഷനില്ല. എന്റെ ഏട്ടനും അങ്ങനെ തന്നെ. ശരത് സാറിന്റെ അടുക്കിലേക്ക് ഞാൻ കരുണം പോയാ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. അരുൺ സാർ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ സാറൊന്നും ചെയ്തില്ലെങ്കിൽ അയാൾ അരുൺ സാറിന്റെ അപ്പച്ചിയുടെ വീട്ടിലെത്തും. മിക്കവാറും അവരവനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ പപ്പേട്ട? എടാ, അത് തന്നെ കണ്ണനും ചോദിക്കുന്നത്. എനിക്കും അത് അഭിപ്രായം തന്നെ. തട്ടുകടന്ന് ആഹാരം കഴിച്ചിട്ട് അയാൾ പോയായിരുന്നു. ആ, ഇപ്പൊ പോയി കാണും. അരുൺ സാറിന്റെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് പുറപ്പെട്ട് കാണും. അതറിയില്ല. പിന്നൊരു കാര്യമുണ്ട് ദീപ, അയാൾ കാർത്തൂന്റെ കഥകൾ പറയാൻ പാടില്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും നിന്ന് സഹായം കിട്ടില്ലെന്നൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചിലപ്പോ അരുൺ സാറ് തല്ലിയതിന്റെ ദേഷ്യത്തിൽ നമ്മളെയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതാവാം. എത്തേണ്ടിടത്ത് എത്തിക്കഴിഞ്ഞാ ചിലപ്പോ എങ്ങും തൊടാതെ സംസാരിക്കത്തേ ഉള്ളൂ. അങ്ങേര് ഒന്നും വെളിപ്പെടുത്തത്തില്ല. അങ്ങനെ കരുതാൻ പറ്റില്ല പപ്പേട്ട. അതുപോലെ അരുൺ സാർ അങ്ങനെ തല്ലിയിരിക്കുന്നു. എടാ, ഇങ്ങനൊരു സാഹചര്യത്തിൽ ആരായാലും തല്ലിപ്പോവില്ലേ? അതുപോലുള്ള വർത്താനല്ലേ അങ്ങനെ പറഞ്ഞത്? ഞാനേതായാലും അയാളൊന്ന് നോക്കിട്ട് വരാം. നീ അയാളെന്തെങ്കിലും ചെയ്യാൻ പോവാണോ? പപ്പേട്ട വേണ്ടി വന്ന ചെയ്തല്ലേ പറ്റൂ. എന്റെ പിന്നെ ഞാനിവിടെ വരാം. വേണ്ട, പപ്പേട്ട ഒരു കാര്യം ചെയ്യും. അയാളൊന്ന് നോക്ക്. എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഉടനെ തന്നെ ജപിച്ചു മറകളും കുണ്ടലമണ്ഡിത. കണ്ണേട്ടൻ വരുന്നു. നീ എന്താടാ മുഴുവൻ നനഞ്ഞിരിക്കുന്നേ? പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചു. കൊറേ നാളായിട്ടത് പതിവില്ലല്ലോ. ആ, ഇന്നങ്ങനെ തോന്നി. അവന്റെ പറച്ചില് കേട്ടിട്ട് അത്ര പന്തിയല്ലല്ലോ മോളെ. കണ്ണേട്ടനെന്താ സന്ധ്യാദീപം തൊഴാതങ്ങ് പോയത്? തൊഴുതിട്ട് എന്താ കാര്യം? ഓരോ ദുഷ്ടന്മാരെ പന പോലെ വളർത്തില്ലേ. കണ്ണേട്ടന്റെ സംസാരമൊക്കെ കേട്ടിട്ട് പേടി തോന്നാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമല്ല വന്നത്. എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. പക്ഷേ നിന്റെ സംസാരവും ഇങ്ങോട്ടുള്ള വരവും ഒക്കെ കണ്ടപ്പോ എന്തോ പന്തികേട് തോന്നി. എന്ത് പന്തികേട്? വെറുതെ ഓരോന്ന് പറയല്ലേ അമ്മേ? വെറുതെ ഒന്നും പറയുന്നതല്ല. ഡാ, കരുണയോടെ ചെന്നോ അരുണിന്റെ അപ്പച്ചിയുടെ വീട്ടില്? എനിക്കൊന്നും അറിയില്ല. ചെന്നെങ്കില് അരുണിനെ വിളിച്ച് അരുണിന്റെ അപ്പച്ചി വിവരം പറയാതിരിക്കോ? അങ്ങനെയാണെങ്കിൽ അരുൺ കണ്ണേട്ടനെ വിളിക്കാതിരിക്കോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അയാൾ അവിടെ ചെന്ന് കാണത്തില്ല. അയാൾ അവിടെ എത്താതിരിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ത്രിസന്ധ്യ നേരത്ത് വെറുതെ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കല്ലേ.
മോളെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കും അങ്ങനെ തോന്നുന്നത്. കണ്ണേട്ടനും പപ്പേട്ടനും ദീപനും കൂടി കരുണമാമ എന്തെങ്കിലും ചെയ്തോന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലേ അവൻ പുഴയിൽ മുങ്ങി കുളിച്ചിട്ടല്ലേ വന്നത്? പുഴയിൽ തന്നെ പൊങ്ങും കരുണന്റെ ശരീരം. അങ്ങനൊന്നും പറയാതമ്മേ. അല്ല, അവൻ മരിച്ചാലുള്ള കാര്യാ പറഞ്ഞ്. അവനെ അങ്ങനെ പെട്ടെന്ന് മരണമുള്ള കൂട്ടത്തിലല്ല, കൊഴുത്തു പോകേണ്ടവനാ. പിന്നെ പറയാൻ പറ്റില്ല. ഇന്നത്തെ രാമായണ വായനയും മുടങ്ങി. കണ്ണാടിയാണെങ്കിൽ എവിടെയാണ്? സാറേ, അപ്പച്ചക്ക് എന്തെങ്കിലും ആവശ്യത ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം. അങ്ങനെ കുഴപ്പമൊന്നുള്ളതായിട്ട് മുത്തച്ഛന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല. കരുണമാമ ഇന്നലെ ചെന്നിട്ട് അപ്പച്ചിയെ വേദനിപ്പിച്ചു കാണൂ. കരുണമാമ അവിടെ എത്തിയില്ലെന്ന് സാറ് പറയുന്നു. അങ്ങോട്ട് പോന്നെന്നും പറഞ്ഞല്ലേ പോയത്. പിന്നെ എത്താതിരുന്ന എന്താ? അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട് സാർ. നിങ്ങൾ എല്ലാവരും കൂടി കരുണമാമ എന്തെങ്കിലും ചെയ്തോന്ന്. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇവിടെ ആർക്കും ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷെ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനസ്സമാധാനമോ? അതില്ല ഇപ്പോ. എന്തൊക്കെയോ സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിക്കുന്ന എന്റെ മനസ്സിനോട് പറയുന്ന പോലെ അറിയാതെ നെഞ്ചിടിപ്പൊക്കെ കൂടുക. എടോ, താൻ ഒന്നിനെ കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കണ്ട. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തനിക്കും അപ്പച്ചിക്കൊക്കെ ശാന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ. എന്റെ ജീവിതത്തില് ഒരു പുകച്ചിലുണ്ടായാലും കുഴപ്പമില്ല സാറേ. പക്ഷേ ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരു തകർച്ച ഉണ്ടാവരുത്. കുടുംബം നന്നായതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ കുടുംബത്തിലുള്ളവരുടെ സ്വഭാവം നന്നാവണ്ടേ? നമ്മുടെ കുടുംബത്തിന് എന്തായിരുന്നു അമ്മയെ കുഴപ്പം? അവിടെ കരുണമാമയുടെയും സുധമാമയുടെയും വിജിതയുടെയും ഒക്കെ സ്വഭാവം എത്ര മോശമായിരുന്നു ഒരു സമയത്ത്. അതുപോലെ തന്നെയായിരിക്കും എന്നെ ജനിപ്പിച്ചവരുടെയും കാര്യം. സ്വഭാവം മഹാമോശമായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. ചിലപ്പോ മോള് ചിന്തിക്കുന്നേക്കാളും നല്ലവരായിരിക്കും മോളുടെ അച്ഛനും അമ്മയൊക്കെ. അവരെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അമ്മയ്ക്ക് ചായ എടുക്കാം. അയ്യോ, വേണ്ട വേണ്ട, ചായ വേണ്ട വേണ്ട. ഒരു ചായയൊക്കെ കുടിക്കാം. ഇരിക്കും. മറച്ചു പിടിച്ചിരുന്നതെല്ലാം ഞാൻ അറിഞ്ഞു കേട്ടോ. ഓരോരുത്തരായി എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക. അതെ, കുഞ്ഞുനാള് മുതലേ കാർത്തു കാണുന്നതേ നിലവിളക്ക് കൊളുത്തി രാമായണം വായിക്കുന്ന കണ്ണനെയാ. അതുകൊണ്ട് വലിയ ദൈവവിശ്വാസിയാ. അതുകൊണ്ടാ വർഷങ്ങൾക്ക് ശേഷം മോളുടെ അരികിൽ തന്നെ എല്ലാരും വന്നത്. സ്വന്തം അപ്പച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ കാർത്തുവിനെ അരുൺ സ്നേഹിച്ചത്. അപ്പൊ അരുണിനെ ഈ നാട്ടിലേക്ക് എത്തിച്ചത് കാർത്തു വിശ്വസിക്കുന്ന ദൈവങ്ങൾ തന്നെയാ. എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. കാർത്തു ദേവയുടെ മോളാണെന്ന് മോനറിയാന്ന്. അതിനുശേഷം അമ്മ തളർന്ന മട്ട. ആഹാരമൊന്നും കഴിക്കണില്ല. മോന്റെ മുഖത്ത് നോക്കാൻ ദേവയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു അവസരത്തില് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ടാ മോനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എല്ലാ കഥകളും അറിഞ്ഞ ശേഷം ഞാനപ്പച്ചെ കൂടുതൽ സ്നേഹിക്കല്ലേ ചെയ്തേ. മോൻ അതിനുള്ള പക്വതയുണ്ടെന്നറിയാം. എന്നാ മാളു എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വെറുക്കുമെന്നാ കരുതിയത്. അവിടെ പോലും നമ്മൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടന്നത്. മോളും അമ്മയ്ക്കൊപ്പം നിൽക്കുക ചെയ്തേ. മുത്തശ്ശ അറിഞ്ഞുകൊണ്ട് എന്റെ അപ്പച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരാളെ സ്നേഹിച്ചു പോയി. അയാളുടെ മനസ്സെന്താന്ന് അറിയാതെ. എന്തായാലും അരുണേട്ടനൊന്നു പോയി അമ്മയെ കാണണം. എന്നിട്ട് അമ്മയോട് ഒരു ദേഷ്യവും വെറുപ്പും ഇല്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. മോനെ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. ആ തോന്നല് ഇന്നത്തോടെ ഇല്ലാതാവണം. എന്നാലും അവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഇത്രയും ചെയ്തു കളഞ്ഞല്ലോ. അപ്പോഴെത്തിയിരുന്നെങ്കിലോ? ഇതൊക്കെ അരുണേട്ടന് നന്നായിട്ട് അറിയാലോ. പിന്നെ എന്തിനാ അയാളെ തല്ലാൻ പോയത്? എടി, അതുപോലെ അവൻ അപ്പച്ചി ആക്ഷേപിച്ചത്. ഒരിക്കലും ഒരു അനന്തരവൻ കേൾക്കാൻ പാടില്ലാത്തൊക്കെ അവൻ പറഞ്ഞത്. ആ സമയത്ത് നിയന്ത്രണം വിട്ടുപോയി. തല്ലൂരിട്ട് അവൻ ഓടിയില്ലായിരുന്നെങ്കിലേ അവിടെ വെച്ച് അവനെ പണിയാൻ തീർത്തനെ. കഥകൾ അറിയാത്തവൻ ഓരോരോ കഥകൾ ഉണ്ടാക്കുക.
അതും അവന്റെ കൾച്ചറിനനുസരിച്ചുള്ള കഥകള്. എത്രയെന്ന് വെച്ചാ കേട്ട് നിൽക്കുന്നേ. ദുഷ്ടനായ ഒരുത്തന്റെ കയ്യില് ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവനത് പരമാവധി പ്രയോജനപ്പെടുത്തും. ആ സമയത്ത് നമ്മൾ അവന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും മോനെ. അയാളിനി വരുവോ? വരാനുള്ള സാധ്യത ഇല്ലെന്നാ തോന്നുന്നു. അയാളെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. നീ എന്താ മോനെ വരാൻ വൈകിയത്? അപ്പച്ചിക്ക് വല്ലാത്തൊരു തളർച്ച ഉണ്ടായി. പിന്നെ ഞാനും മുത്തച്ഛനും കൂടി ആത്മവിശ്വാസം കൊടുത്തിട്ട് എങ്ങോട്ട് പോന്നെ. അയ്യോ, ദേവിക്ക് എന്തു പറ്റി? ഞാൻ അപ്പച്ചിയുടെ കഥകളൊക്കെ അറിഞ്ഞെന്ന് അപ്പച്ചിക്ക് മനസ്സിലായി. ആ വിഷമത്തിലായിരുന്നു അപ്പച്ചി. എന്റെ മനസ്സിൽ വെറുപ്പ് കാണുമെന്നൊരു ഭയം. അതെന്തായാലും ഇന്നത്തോടെ ക്ലിയർ ചെയ്തു. പിന്നെ മുത്തശ്ശൻ നിർബന്ധിച്ചപ്പോ കുറച്ചേരം കൂടി അവിടെ ഇരുന്നു. അപ്പച്ചിക്കൊപ്പം ഇരുന്ന് ഇത്തിരി കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടത്. പാവം. അപ്പച്ചിക്ക് അടുത്തൊരാളുണ്ട്, മാളു. അവക്ക് ഈ സംഭവങ്ങളൊക്കെ അറിയാന്ന് അപ്പച്ചിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും കഥകൾ അറിഞ്ഞവരൊന്നും ദേവി തള്ളിപ്പറഞ്ഞില്ലല്ലോ. അത് തന്നെ മഹാഭാഗ്യം. അറിഞ്ഞുകൊണ്ട് അപ്പച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ തള്ളിക്കളയുന്നത്? കാണാതാകുന്നതിന് മുമ്പ് കരണം പറ്റിച്ച പണിയാ. അയാളെ വിളിച്ച അപ്പച്ചിയോട് എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞത്. എന്നിട്ടാ അയാൾ അങ്ങോട്ട് പുറപ്പെട്ടത്. അമ്മ അയാൾ അവിടെ എത്തിയിരുന്നെങ്കിൽ എല്ലാം കുളമായേനെ. അയാള് ജീവനോടെ ഉണ്ടെങ്കിൽ ഇനിയും എത്തില്ലേ? എത്താനുള്ള സാധ്യത ഇല്ലമ്മേ. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എനിക്ക് തോന്നുന്നു. നിങ്ങളെല്ലാം കൂടി അയാൾ എന്തേലും ചെയ്തോ? കാർത്തു ഭയക്കുന്ന പോലെ എന്തെങ്കിലും സംഭവിച്ചോ? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സ് പറയുന്നു അയാൾ ഇനി അപ്പച്ചി ശല്യം ചെയ്യില്ലെന്ന്. ആ പിന്നെ ഒരുത്തൻ ഒരുപാട് തവണ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ആ ജീവൻ കാർത്തു ഒരു തവണ പോലും കോൾ എടുത്തില്ല. അത് നന്നായി. അയാൾ എനിക്ക് വാക്ക് തന്നതാ അമ്പലനടയിൽ വെച്ച്. ഇനി അയാളുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കില്ലെന്ന്. ദൈവത്തിന് മുമ്പിൽ വെച്ചെന്ന ഉറപ്പ് എന്തായാലും കാർത്തു തെറ്റിക്കില്ല. അങ്ങനെ വരുമ്പോ അവന് ശ്വാസമുട്ടല് തുടങ്ങും. അവൻ ചിലപ്പോ കരുണനെ പോലെ അപകടകാരിയാവും. അങ്ങനെ വന്നാ മോളെ നേരിൽ കണ്ട് മോക്കറിയാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും.